പാലക്കാട് നഗരസഭയിൽ ഒരു തിരഞ്ഞെടുപ്പ് കൂടി നടന്നാൽ ബിജെപിയുടെ സീറ്റ് ഇനിയും വർദ്ധിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ അവിടെ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തകളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ടുള്ള പാലക്കാട് നഗരസഭാ ഭരണത്തിന് രണ്ടാം വട്ടവും ഞങ്ങൾ അവിടെ അധികാരത്തിൽ വന്നു. അതിന് യാതൊരു പോറലും സംഭവിച്ചിട്ടില്ല. ഒരു പോറലും സംഭവിക്കില്ല എന്നുള്ളത് ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു. ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അത് സത്യമാണെന്ന് തെളിഞ്ഞല്ലോ. നിങ്ങൾ പ്രചരിപ്പിച്ച കഥകളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അച്ചടക്കത്തോടുകൂടി അനുസരിക്കുന്ന പാരമ്പര്യമാണ് ഉള്ളത്. ആ പാരമ്പര്യം പാലക്കാട് നടന്നു. പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റായിട്ട് ശ്രീ പ്രശാന്ത് ശിവൻ വളരെ ആവേശത്തോടു കൂടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. മാധ്യമ വാർത്തകൾ തെറ്റായെന്നുള്ളത് വീണ്ടും തെളിഞ്ഞിരിക്കുക. ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തീരുമാനിച്ച ജില്ലാ പ്രസിഡന്റുമാർ 27 ജില്ലാ പ്രസിഡന്റുമാർ ഇവിടെ ഇന്ന് ശ്രീ പ്രഫുൽ കൃഷ്ണൻ ചുമതല ഏറ്റെടുത്ത പോലെ 27 ജില്ലകളിൽ നിന്ന് ചുമതല ഏറ്റെടുക്കുന്നു. അതിൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. അവിടെ പ്രശാന്ത് ശിവൻ ചുമതല ഏറ്റെടുത്തു. ഒരു ചർച്ചയുടെ ആവശ്യമില്ല. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അംഗീകരിച്ച് അയച്ചു തന്ന ലിസ്റ്റ് അനുസരിച്ച് ജില്ലാ അധ്യക്ഷന്മാർ ഇന്ന് ചാർജ് എടുക്കുന്നു. അതുമാത്രമാണ് ഇന്ന് ആകെയുള്ള ചർച്ച. അല്ലാതെ വേറെ ഒരു ചർച്ചയില്ല. ആര് രാജിവെച്ചു? അവിടെ പ്രശാന്ത് ശിവൻ ചാർജ് എടുത്തു കഴിഞ്ഞല്ലോ. നിങ്ങളുണ്ടാക്കിയ വാർത്തകളല്ലേ. BJP-യിൽ വലിയ പൊട്ടിത്തെറി, BJP-യിൽ രാജിവെക്കാൻ പോകുന്നു, 9 കൗൺസിലർമാർ രാജിവെക്കുന്നു, ചെയർമാൻ രാജിവെക്കുന്നു. ആര് രാജിവെച്ചു? പ്രശാന്ത് ശിവൻ അവിടെ ചാർജ് എടുത്തു കഴിഞ്ഞു. ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ലല്ലോ. BJP അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. BJP-യുടെ ഭാരവാഹികളും പ്രവർത്തകരുമെല്ലാം കേന്ദ്രവും സംസ്ഥാനവും എല്ലാം തീരുമാനിക്കുന്ന അതനുസരിച്ച് ആ തീരുമാനങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പന്തളത്ത് നിങ്ങൾ ഇതേ പറഞ്ഞതാണ്. BJP-യുടെ 3 കൗൺസിലർമാർ മാറി വോട്ട് രേഖപ്പെടുത്തും. ഞങ്ങളവിടെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ 18 ഞങ്ങൾ ഈ 19 ആക്കുക ചെയ്ത്. LDF ഒരാൾ ഇങ്ങോട്ട് പന്തളത്ത് BJP-യിലേക്ക് വരിക ചെയ്ത്. പാലക്കാടും ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് വെച്ചാൽ BJP-യുടെ 28 ചിലപ്പോൾ 35 36 ആയിട്ട് വർദ്ധിക്കും. അല്ലാതെ BJP-യിൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്കും ഉണ്ടാവില്ല. നിങ്ങളുടെ ആ പ്രതീക്ഷ നിങ്ങൾ മാറ്റിവെക്കുകയാണ് നല്ലത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.